കഴിഞ്ഞ വർഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ തോറ്റത് 8ാം ക്ലാസ്സിലാണ്. മാത്രമല്ല കഴിഞ്ഞ വർഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഒരു സബ്ജക്റ്റിന് തോറ്റതും 8ാം ക്ലാസ്സിലാണ്. 8ാം ക്ലാസ്സിലെ ഹിന്ദിയിലാണ് റെക്കോർഡ് തോൽവി രേഖപ്പെടുത്തിയത്. ആക്ച്വലി ഇത് നമ്മുടെ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ നമ്മളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം കഴിഞ്ഞ വർഷം വരെ എല്ലാവരും 8ാം ക്ലാസ് വരെ ജയിക്കും എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും 8ാം ക്ലാസ്സുകാരനെ നിഷ്കളങ്ക ബുദ്ധിയിൽ ഉദിക്കുന്ന ഒരു സാധനമാണ് പിന്നെ എന്തിനാ പഠിക്കുന്നത് എന്നുള്ള ഒരു സാധനം. പണ്ട് എന്റെ മൈൻഡിലും അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ഇനി മുതൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല, അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. ഇനി 8ാം ക്ലാസ്സിൽ പഠിച്ചാൽ മാത്രമേ ജയിക്കുകയുള്ളൂ, അല്ലാത്തവൻ പൊട്ടും എന്നുള്ളതൊരു നഗ്നമായ സത്യമാണ്. മാത്രമല്ല കോണ്ടന്റും അത്യാവശ്യം കൂടിയിട്ടുണ്ട്. 7ാം ക്ലാസ് വരെ ബേസിക് സയൻസ് ആയിരുന്നു പഠിച്ചിരുന്നത്. പക്ഷെ 8ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെ 3 പാർട്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യത്തിലധികം പഠിക്കാനുണ്ട്. അതിലേറെ വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 7ാം ക്ലാസ് വരെ ഗ്രേഡിംഗ് സിസ്റ്റം ആയിരുന്നു. എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ്, ഡി ഗ്രേഡ്, ആ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ആയിരുന്നു. പക്ഷേ 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അതൊരു മാർക്കിംഗ് സിസ്റ്റം ആവുന്നു. അതായത് ഓരോ മാർക്കും ഇനി മുതൽ എന്താണ്, വിലപ്പെട്ടതാണ്. അപ്പൊ മൊത്തത്തിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതിയിട്ട് അയ്യോ 8ാം ക്ലാസ് സീനാണ്, 8ാം ക്ലാസ് പ്രശ്നമാണ്, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 8ാം ക്ലാസ് സിമ്പിൾ ആണ് എന്ന് ആദ്യം എന്ത് ചെയ്യുക, മൈൻഡിൽ അക്സെപ്റ്റ് ചെയ്യുക. 8ാം ക്ലാസ് കഴിഞ്ഞാൽ ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല. നമ്മൾ ഇത് അടിപൊളിയായിട്ട് എന്റർടൈൻ ചെയ്ത് ഉഷാറായിട്ട് സെറ്റായിട്ട് പവറായിട്ട് വൈബായിട്ട് പഠിക്കും. അപ്പൊ സാർ ഞങ്ങൾക്ക് എന്റർടൈൻമെന്റും അടിപൊളിയും വൈബും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് പഠിക്കാൻ ഒരു രസകരമായിട്ടുള്ള ഒരു മെത്തേഡ്, ഒരു രസകരമായിട്ടുള്ള ട്യൂഷൻ സപ്പോർട്ട് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരൂ എന്നുള്ളൊരു ആശങ്കയാണ് നിങ്ങളുടെ മൈൻഡിൽ ഉള്ളതെങ്കിൽ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ആണ് സൈലത്തിലെ 8ാം ക്ലാസ്സുകാരുടെ പ്രിയപ്പെട്ട ബാച്ചായിട്ടുള്ള യോദ്ധ ബാച്ച്. വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾ യോദ്ധ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. ഓൾറെഡി ഒരുപാട് വിദ്യാർത്ഥികൾ യോദ്ധ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ വളരെയധികം മുൻപന്തിയിലാണ്. നിങ്ങൾ ഇനി അങ്ങോട്ട് ഓടിയെത്തണം. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരൻസുമായി സമീപിച്ചിട്ട് അവരുമായി ഡിസ്കസ് ചെയ്തിട്ട് വളരെ വേഗത്തിൽ തന്നെ അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുക്കേണ്ട നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ ബാക്കി ശേഷം യോദ്ധ ബാച്ചിൽ കാണാം. ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട അറക്കൽ.